ഇതാണ് ലോങ്ങൻ. വ്യത്യസ്ത ഇനങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളിലും നിറങ്ങളിലൊക്കെ ആയിട്ട് ലോങ്ങൻ്റെ വിവിധ വകഭേദങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മിക്ക ആളുകൾക്കുമുള്ളൊരു സംശയമാണ്, പണ്ടെങ്ങോ നട്ട ഒരു ലോങ്ങൻ ചെടി ഇതുവരെയായിട്ടും കായ്ച്ചിട്ടില്ല, ഇതിനെ കായ്പ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് കായ്പ്പിക്കാനും പൂ പിടിപ്പിക്കാനുമുള്ള കുറച്ച് വിദ്യകളെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ലോങ്ങൻ ചെടികൾ വ്യത്യസ്ത ഇനങ്ങളായിട്ട് പല വെറൈറ്റികൾ നമുക്ക് കാണാൻ സാധിക്കും. ഏത് വെറൈറ്റി ആവട്ടെ, വീട്ടുമുറ്റത്തൊരു ലോങ്ങൻ ഉണ്ട്, അത് കായ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിനാവശ്യത്തിന് വെയിൽ കിട്ടുന്നുണ്ടോ നോക്കുകയാണ്. നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ലോങ്ങൻ ഉള്ളതെങ്കിൽ പിന്നെ ആ കാര്യം സെറ്റായി. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ മൈക്രോ ന്യൂട്രിയൻസും അതിന് വേണ്ട മാക്രോ ന്യൂട്രിയൻസൊക്കെ നൽകലാണ്. അപ്പോൾ അതിനുവേണ്ടി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഏകദേശം 150 രൂപ മുതൽ 500 രൂപ വരെയുള്ള വ്യത്യസ്ത ബ്രാൻഡുകളിലായിട്ട് മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിലേതെങ്കിലും ഒരു പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഒരു 10 ഗ്രാം ഒരു മരത്തിൽ എന്നുള്ള തോതിൽ മണ്ണിലിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് NPK വളങ്ങളും കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മരമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇനി NPK വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, മരത്തിന് നന്നായിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ടുള്ള വളം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ശേഷം ചെടിയുടെ ഇലയ്ക്ക് താഴെയും മുകളിലേക്കായിട്ട് നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഇലയ്ക്ക് അടിയിലാണ് നന്നായിട്ട് വെള്ളം ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇലയ്ക്ക് മുകളിൽ അടിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇലയ്ക്ക് അടിയിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 10 ദിവസത്തിന് ശേഷം വീണ്ടും ഇത് ചെയ്യുക. അങ്ങനെ മാസത്തിൽ 3 തവണയായിട്ട് നമ്മളിതങ്ങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂവിടാനുള്ള ടെൻഡൻസിയിലേക്ക് പ്ലാൻ നന്നായിട്ട് അങ്ങ് മാറും. ഇത് ലോങ്ങൻ ചെടിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോങ്ങൻ ചെടി നന്നായിട്ട് പൂവിടാനുള്ള ടെൻഡൻസിയിലേക്ക് മാറും. ചില ആളുകൾ മരത്തിൻ്റെ അടിയിൽ പുകയിട്ട് കൊടുക്കാറുണ്ട്. നമ്മുടെ മാവിനൊക്കെ ചുവട്ടിൽ പുകയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ലോങ്ങൻ ചെടിയിലും ചിലർ പുകയിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഓവറായിട്ട് പുകയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല എല്ലാം കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് പുകയിട്ട് മരത്തിനെ കൂടുതൽ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. ഈ രീതിയിൽ നമ്മളങ്ങ് പൊട്ടാസ്യം സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് പൊട്ടാഷ് രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പ്ലാന്റ് അത്യാവശ്യം ഏജുള്ള പ്ലാന്റ് ആണ്. പൂക്കാനുള്ളൊരു ടെൻഡൻസിലേക്ക് പ്ലാന്റ് മാറിയും അടുത്ത തവണ നമുക്ക് നന്നായിട്ട് പൂക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് പ്ലാന്റിന് ഈ സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്യേണ്ട സമയം. ഏകദേശം ഈ സെപ്റ്റംബറൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ നവംബറൊക്കെ ആവുന്ന സമയങ്ങളിൽ നന്നായിട്ട് മരത്തിന് ഈ ഒരു മരുന്ന് ഏൽക്കുകയും നന്നായിട്ട് ഈ വളങ്ങളെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഒരു 5 വർഷമെങ്കിലും മിനിമം ആയ പ്ലാന്റിന് വേണം നമ്മളിങ്ങനെ ചെയ്യാൻ. ചെറിയൊരു കുഞ്ഞു തൈ നമ്മൾ കഴിഞ്ഞ വർഷം നട്ട തൈ ഇപ്രാവശ്യം കായ്ച്ചില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഈ പ്രയോഗം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഏകദേശം 5 വർഷമായ ഒരു വിത്ത് തൈയോ ഗ്രാഫ്റ്റ് തൈയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പ്രയോഗം പ്രയോഗിക്കാം. പല ആളുകളുടെയും വീട്ടിൽ ലിച്ചി എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുള്ളത് ഈ ലോങ്ങൻ ചെടീനെ ആയിരിക്കും. ചില ആളുകൾ ഇത് ചെയ്യുന്ന മുന്നേയായിട്ട് പലപ്പോഴും മോതിരവളയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടായിരിക്കും. ആ മോതിരവള ഇട്ടിട്ടും പൂ ഇട്ടിട്ടില്ലെങ്കിൽ മോതിരവളയൊക്കെ നന്നായിട്ട് സെറ്റായി ആ തൊലിഭാഗം ശരിക്കും ജോയിൻ്റ് ആയ ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പ്ലാന്റിൻ്റെ ഇലകൾ മൊത്തം അങ്ങ് കൊഴിഞ്ഞു പോകാനും ചെടി പൂർണ്ണമായിട്ട് ഉണങ്ങി പോകാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മോതിരവള ഇടുമ്പോഴൊക്കെ വളരെ ചെറുതാക്കി മോതിരവള ഇടുക. അതിനുശേഷം ആ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയ ശേഷം മാത്രം നമ്മൾ ഈ സൾഫേറ്റ് പൊട്ടാഷൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് ഏകദേശം 2 മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കായ്ക്കാത്ത ലോങ്ങനും ശരിക്കും കായ്ക്കാനുള്ള ടെൻഡൻസിലേക്ക് മാറും. ഇത് കൂടാതെ തന്നെ പല സ്ഥലങ്ങളിലും ഈ മലേഷ്യയിലും തായ്വാനിലൊക്കെ ലോങ്ങൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർ എല്ലാ പ്രാവശ്യം വിളവെടുപ്പിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ പൂക്കാലത്തിന് മുന്നേ ഒക്കെ ആയിട്ട് അവർ ഈ സൾഫേറ്റ് പൊട്ടാഷ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് മറ്റൊന്നിനല്ല, ലോങ്ങൻ നന്നായിട്ട് കൂടുതലായിട്ട് പൂ പിടിക്കാനും ആ പൂക്കളിൽ ഭൂരിഭാഗവും കായായിട്ട് സെറ്റാവാനും ഉള്ള കായകൾ നല്ല വലിപ്പം വെക്കാനൊക്കെ ഇത് ഒരുപാട് സഹായകരമാകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സൾഫേറ്റ് പൊട്ടാഷ് ഒരുപാട് ഉപകാരം ചെയ്യുന്നു എന്നൊക്കെയാണ് പല സ്ഥലങ്ങളിലായിട്ട് കണ്ടത്. അപ്പം നമ്മുടെ ഒരു പ്ലാന്റ് ഇതുപോലെ പൂടാത്തൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഈ പ്രയോഗങ്ങൾ പ്രയോഗിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിറയെ പൂട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ലോങ്ങനിനെ കുറച്ച് വെറൈറ്റികളെ കുറിച്ച് മനസ്സിലാക്കാം. ലോങ്ങനിൽ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കേരളത്തിനകത്തും പുറത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ കുറച്ച് ലോങ്ങൻ വെറൈറ്റികളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.